ഹലോ ഫ്രണ്ട്സ്, പത്രവാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അബി അനാമികയോട് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അനാമിക ഇന്നാണ് എനിക്കെതിരെ ഇങ്ങനെ അനന്തപുരി കുടുംബത്തിനെതിരെയൊക്കെ എല്ലാം ഇങ്ങനെ മീഡിയയോട് ഇങ്ങനെ തുറന്ന് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇൻ്റർവ്യൂവിന് പോകുന്നത്. അതിന് മുമ്പായിട്ട് വരുന്നതാണ്. എന്നിട്ട് അബിയോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട്, സുന്ദരിയാണ് എന്നൊക്കെ. നേരം ബ്യൂട്ടി പാർലറിൽ പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ഞാൻ തന്നെ അങ്ങ് സുന്ദരി എന്ന് പറയും. എന്നിട്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വിശദമായിട്ട് ഇങ്ങനെ പറയണം കേട്ടോ എന്നിങ്ങനെ പറയുകയാണ്. അതുപോലെ ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ഇതിൻ്റെ പിന്നിൽ കളിച്ചത് അബിയാണ് എന്നുള്ള കാര്യമൊന്നും പുറത്ത് പറയരുത് എന്ന് പറയുമ്പോഴേക്കും അനാമിക പറയും, ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല. ആ കുടുംബത്തിലുണ്ടായിരുന്ന സമയത്ത് എനിക്കൊരു സപ്പോർട്ട് തന്നത് അബിയേട്ടൻ്റെ അമ്മയുമാണ്. അത് ഞാൻ കണ്ടില്ലെന്ന് നടിക്കില്ല എന്നും ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അനാമിക. അന്നേരം അബി പറയുന്നുണ്ട്, ഈ ചാനലിൽ തന്നെ ഇൻ്റർവ്യൂവിന് പോകണമെന്ന് ഞാൻ പറയാനായിട്ട് കാരണം ഇവർ കുറേ തവണ ഇങ്ങനെ ആദർശിൻ്റെ അടുത്ത് വന്നതാണ് പരസ്യത്തിന് വേണ്ടി. പക്ഷേ ഇവരൊരു മഞ്ഞ ചാനലാണ്, മഞ്ഞപത്രം പോലത്തെ ഒരു ചാനലാണ് എന്നിങ്ങനെ പറഞ്ഞിങ്ങനെ പരസ്യം കൊടുത്തില്ലേ ആദർശ്. അതിൻ്റെ ദേഷ്യം അവർക്ക് ഉറപ്പായിട്ടും ആദർശിനോട് കാണും. അതുകൊണ്ട് ഇൻ്റർവ്യൂവിൽ നല്ല ചോദ്യങ്ങൾ ഉണ്ടാകും, അതിന് നല്ല മറുപടി കൊടുക്കണം. ഒരിക്കലും ഇനി അവൻ പുറത്തിറങ്ങി ഇങ്ങനെ നടക്കരുത്, ആ ഒരു അവസ്ഥയിലാക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അനാമിക പറയുന്നുണ്ട്, അയാളെ മാത്രമല്ല അനന്തപുരിയിലെ ആ അനന്തമൂർത്തി ഉണ്ടല്ലോ, അയാളെയും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ എത്തിക്കും, എന്നെ അവഗണിച്ചതിനുള്ള മറുപടി ഞാൻ എല്ലാത്തിനും കൊടുക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും, നീ അങ്ങനെ ചെയ്തോ, എല്ലാത്തിനും ഞാൻ കൂടെയുണ്ട്, പുറകെ നിൽക്കുന്നതേ ഈ അബിയ, അതുകൊണ്ട് ഒന്നും നീ ഇങ്ങനെ അറിയാതിരുന്നാൽ മാത്രം മതി, അവരൊന്നും അറിയാതിരുന്നാൽ മാത്രം മതി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവിടെ നിന്ന് ഇങ്ങനെ ഇൻ്റർവ്യൂവിനായിട്ട് ഇങ്ങനെ പോവുകയാണ് കേട്ടോ അനാമിക. അപ്പോൾ അനാമിക അവിടെ പോയിരുന്ന് ഇങ്ങനെ പറയുന്ന കാര്യങ്ങളെല്ലാം അനന്തപുരിയിൽ എല്ലാവരും ഇരുന്ന് ഇങ്ങനെ കാണുന്നുണ്ട്. അതുപോലെ ജ്വല്ലറിയിലിരുന്ന് ആദർശും നയനിയും കാണുന്നുണ്ട് കേട്ടോ. എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. തുടക്കമേ നുണ ഞാൻ പറയുവാണ്, അനി ഒരു യുവ എഴുത്തുകാരനായിരുന്നു, അവൻ്റെ കവിത കണ്ടൊരു മെസ്സേജ് അയച്ചതാണ് ഞാൻ അന്ന് തുടങ്ങി എൻ്റെ കഷ്ടകാലം. പിന്നീട് ഇങ്ങോട്ട് പ്രപ്പോസലായി, ഞാൻ ഒറ്റ മകളാണ് എൻ്റെ വീട്ടിൽ, അതുകൊണ്ട് അച്ഛനും അമ്മയ്ക്ക് ഇതുപോലൊരു ആലോചന വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെയാണ് വിവാഹം നടന്നത്. പിന്നെ ആ വീട്ടിൽ ചെന്നതിന് ശേഷം ദുരിതമായിരുന്നു. അവിടെ ഒരു ജയിലാണ്, തടവറയാണ്, പെൺപിള്ളേർക്ക് യാതൊരു സ്വാതന്ത്ര്യം കൊടുക്കുകയില്ല. അവിടെ വന്നിരിക്കുന്ന മറ്റു പെൺകുട്ടികളെയും ഇതുപോലെ തന്നെയാണ്, അവരിങ്ങനെ അടിമകളായി കിടക്കുന്നത് അവർക്ക് ശീലമായിപ്പോയി. പക്ഷേ ഞാൻ സ്വാതന്ത്ര്യം അനുഭവിച്ച് വളർന്ന പെൺകുട്ടി ആയതുകൊണ്ട് എനിക്കത് സഹിക്കാനായിട്ട് മേലാത്തത് കൊണ്ടും അച്ഛനും അമ്മയും എന്നെ തിരിച്ചു വിളിച്ചു തുടങ്ങി. എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് പറഞ്ഞു. അങ്ങനെയൊക്കെ ഇങ്ങനെ പറയുക, ഇല്ലാത്തതും ഉള്ളതും എല്ലാം ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ ആദർശിൻ്റെയും ചന്തുമോളുടെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറയുന്നുണ്ട്. ഏതായാലും ഇതെല്ലാം കേട്ടിങ്ങനെ തിരിച്ചിങ്ങനെ ഇരിക്കുകയാണ് എല്ലാവരും. ഇതെല്ലാം കഴിഞ്ഞ് ഇൻ്റർവ്യൂവിൻ്റെ ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് ആദർശ് പറയുന്നുണ്ട്, കണ്ടോ, ഇതാണ് ലോകത്ത് നടക്കുന്നതെല്ലാം. എന്തെങ്കിലും കള്ളത്തരങ്ങൾ ആരെങ്കിലും വിളിച്ചു പറയും, അതെല്ലാം ഇങ്ങനെ ചാനലുകൾ എല്ലാം ഇങ്ങനെ ആഘോഷിക്കും, അതിലെ സത്യാവസ്ഥ അവർ അന്വേഷിക്കുകയില്ല എന്നൊക്കെ ഇങ്ങനെ ആദർശ് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയന പറയും, ഈശ്വര, ഇതാ മുത്തശ്ശനും മുത്തശ്ശിയും കണ്ടു കാണില്ലേ, അവർക്ക് വിഷമമാകില്ലേ എന്ന് ചോദിക്കുക. നേരെ ആദർശ് പറയുന്നുണ്ട്, ഉറപ്പായിട്ടും മുത്തശ്ശനും ഇതൊന്നും സഹിക്കാനായിട്ട് പറ്റില്ല, ഇതിൻ്റെ പേരിൽ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അനാമിക ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ ഇങ്ങനെ ആദർശ് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ അനന്തപുരിയിൽ ഇങ്ങനെ ഭയങ്കര ചർച്ചകളാണ്. ചിലത് ഇങ്ങനെ പറയുക, എന്നാലും അവൾ ഇതുപോലൊരു പരിപാടി കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇങ്ങനെ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് നിന്നോട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു ജാനകി എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. ചിലജ നേരത്തേക്ക് ജാനകി പറയുന്നുണ്ട്, എന്നോട് പറഞ്ഞൊന്നുമില്ല, പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ പോകണ്ട എന്ന് പറഞ്ഞേനെ എന്നിങ്ങനെ പറയും. നേരെ നവ്യ പറയുന്നുണ്ട്, അല്ലെങ്കിൽ അവൾക്ക് ഇച്ചിരി അഹങ്കാരം കൂടുതലാണ് എന്ന് പറയുമ്പോഴേക്ക് ജാനകി പറയും, അതെന്താ നവ്യ അങ്ങനെ പറഞ്ഞത്, ഇവിടെ ഒരുത്തൻ മറ്റൊരു പെൺകുട്ടിയിൽ ഒരു കുഞ്ഞുണ്ടായി, ആ കുഞ്ഞിനെ ഇവിടെ കൊണ്ട് താമസിപ്പിക്കുന്നു, അതിലൊന്നും ആർക്കും ഒരു കുഴപ്പമില്ല. പിന്നെ ഇവിടുത്തെ ഓരോ കാര്യങ്ങളിങ്ങനെ സഹിക്കാൻ മേലാതെ ഇതെല്ലാം ഇങ്ങനെ അനാമിക മോളിങ്ങനെ വിളിച്ച് പറഞ്ഞതാണോ ഇപ്പോൾ തെറ്റ്, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോഴും എനിക്ക് അവളോട് മതിപ്പ് തന്നെയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് അങ്ങോട്ട് നിൽക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ആനി വരും. അന്നേരം ജലജ ഇങ്ങനെ പറയുന്നുണ്ട്, എല്ലാം ഉണ്ടാക്കി വെച്ചവൻ ദേ വരുന്നുണ്ട് എന്ന്. അന്നേരം ആനി ഇങ്ങനെ വരുന്നത് ജലജ ചോദിക്കും, എടാ നിൻ്റെ ഭാര്യ ഇൻ്റർവ്യൂവിൽ പറഞ്ഞതൊക്കെ നീ കേട്ടായിരുന്നു എന്ന്. അന്നേരം ആനി ചോദിക്കും, ഭാര്യയോ എനിക്കോ എന്ന് ചോദിക്കുമ്പോഴേക്കും, ഓ അവൻ അതുപോലും അറിയത്തില്ല എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ ജാനകി. അന്നേരം ആനി പറയുന്നുണ്ട്, എനിക്കൊരു ഭാര്യ ഉണ്ടായിരുന്നു, അവളുടെ വീട്ടിൽ പോയി, ഇനി ഒരിക്കലും ആ സ്ഥാനത്തേക്ക് അവളെ സ്വീകരിക്കാനായിട്ട് ഞാൻ തയ്യാറല്ല, പിന്നെ എങ്ങനെ എനിക്കൊരു ഭാര്യ ഉണ്ടാകുന്നത് എന്നിങ്ങനെ ചോദിക്കും. അന്നേരം ഇൻ്റർവ്യൂവിൻ്റെ കാര്യം ഇങ്ങനെ നവി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അനി അവൾ ഇൻ്റർവ്യൂവിൽ വിളിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ കൂടിപ്പോയി എന്ന്. അന്നേരത്തേക്കും ജാനകി പറയുന്നുണ്ട്, ഒട്ടും കൂടിപ്പോയില്ല, ഇവൻ്റെ സ്വഭാവം കൊണ്ടാണ് അവൾക്ക് അങ്ങനെയൊക്കെ വിളിച്ച് പറയേണ്ടി വന്നത്, മോളെ ഇവിടുന്ന് പുറത്താക്കാൻ അല്ലായിരുന്നോ ഇവനിങ്ങ് ധൃതി എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അനി പറയുന്നുണ്ട്, അവൾ എൻ്റെ തലയിൽ നിന്നൊന്ന് ഇറങ്ങിപ്പോയാൽ മതി എന്നൊക്കെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞ്, എന്തായാലും എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല, പിന്നെ അതിൻ്റെ പേരിൽ മുത്തശ്ശിക്ക് വിഷമായി കാണും, അതാ ഒരു കാര്യത്തിൽ എനിക്ക് സങ്കടമുള്ളൂ എന്നിങ്ങനെ പറയുമ്പോഴേക്ക് ജാനകി അവനിയുടെ കോളറിനിങ്ങനെ പിടിച്ചിട്ട് പറയാണ്, നിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാടാ ഇപ്പോൾ അച്ഛനും അമ്മയും ഹൃദയം പൊട്ടി ഇങ്ങനെ ഇരിക്കേണ്ടി വന്നത് എന്ന്. അന്നേരം ജലജ ഇങ്ങനെ ജാനകിയോടായിട്ട് ഇങ്ങനെ ജാനകിയുടെ കൈ ഇങ്ങനെ എടുത്ത് മാറ്റും, ഇനിയിപ്പോൾ മോനും അമ്മയും ഇവിടെ വഴക്കൊന്നും ഉണ്ടാക്കണ്ട, അങ്ങനെ ഉണ്ടാക്കിയിട്ടും കാര്യമൊന്നുമില്ലല്ലോ എന്നും പറയും.
അന്നേരം അനു പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അമ്മ എന്തൊക്കെ പറഞ്ഞാലും അവളെ തിരിച്ചെൻ്റെ തലയിലേക്ക് കെട്ടിവെക്കാൻ നമ്മ കരുതുന്നുണ്ട്, അത് നടക്കത്തില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് പോവാട്ടോ. പോയി കഴിയുമ്പോഴേക്ക് ജാനകി പറയുന്നുണ്ട്, അവൻ പറഞ്ഞതുപോലെ ഒന്നും നടക്കത്തില്ല. അനാമിക മോളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാമെന്ന് ആരും കരുതണ്ട എന്നൊക്കെ ഇങ്ങനെ എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിൽ ഞാൻ അവളെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരും എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. എന്നിട്ട് നവ്യയോട് പറയുന്നുണ്ട്, നവ്യെ നീ ഓർത്ത് വെച്ചോ, നിൻ്റെ അനിയത്തി ഒരിക്കലും ഈ വീട്ടിലോട്ട് കയറി വരില്ല, അതിന് ഞാൻ സമ്മതിച്ച് കൊടുക്കത്തുമില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് ജാനകി ഇങ്ങനെ ദേഷ്യപ്പെട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് എന്ത് പറയണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ നവ്യ. പിന്നീട് മുത്തശ്ശി ഇങ്ങനെ കാണിക്കുന്നത്, മുത്തശ്ശി പറയുകയാണ്, പാമ്പിനെയാണല്ലോ നമ്മൾ പാല് കൊടുത്ത് വളർത്തിയതെന്ന്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, നമുക്കൊരു തെറ്റുപറ്റി, കുടുംബത്തിലോട്ട് കയറി വന്ന പെൺകുട്ടികൾ ആരും കുടുംബം വിട്ട് പോകരുത് എന്ന് വാശി പിടിച്ച് പൊരുത്തപ്പെടുന്ന ബന്ധങ്ങളെ മുന്നോട്ട് പോവുകയുള്ളൂ എന്നിങ്ങനെ നമ്മൾ മനസ്സിലാക്കിയില്ല, അതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ എന്നിങ്ങനെ മുത്തശ്ശൻ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അങ്ങോട്ട് കാനി വരുവാണ് കേട്ടോ. അന്നേരം ആനിക്കാകെ വിഷമാനി ഇങ്ങനെ മുത്തശ്ശനോടായിട്ട് പറയാണ്, ഞാൻ മൂലം നിങ്ങൾക്ക് തലകുനിച്ച് നിൽക്കേണ്ട അവസ്ഥ ഉണ്ടായല്ലോ എന്നിങ്ങനെ ചോദിക്കുക. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, അതൊന്നും ഓർത്ത് നീ വിഷമിക്കുമൊന്നും വേണ്ട, ഇവിടെ നിനക്ക് പറ്റിയ തെറ്റ്, നീ കവിതകൾ എഴുതിയ ആ കവിത ഒരു പെൺകുട്ടിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ അവളെ നീ മറ്റൊന്നും നോക്കാതെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നു. അവൾക്ക് ഇത്തിരി കഴിവ് കൂടുതലായതുകൊണ്ട് അവൾ ഞങ്ങളുടെ ഹൃദയം കീഴടക്കി. പിന്നീട് ആ വിവാഹം നടന്നു, അതിനുശേഷം ഉള്ളതൊന്നും നിൻ്റെ തെറ്റാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല എന്നിങ്ങനെ പറയുവാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ പറയുന്നുണ്ട്, നീ വിഷമിക്കുമൊന്നും വേണ്ട, എല്ലാം ശരിയാകും എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം ആനി പറയുന്നുണ്ട്, അനാമികയെ വിളിച്ചൊന്ന് ഉപദേശിച്ചാലോ, അവൾ ഈ ഇൻ്റർവ്യൂവിൽ 2ാം പാട്ടും കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്, അതെങ്ങനെയെങ്കിലും തടയണം എന്നിങ്ങനെ ചോദിക്കും. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, തടയണ്ട, എന്താണെന്ന് വെച്ചാൽ അവൾ പറയട്ടെ, ഒരു കുഴപ്പവും ഇല്ല, അത് ചാനലൊക്കെ ആഘോഷമാക്കിക്കോട്ടെ, ഒരു പ്രശ്നവും ഇല്ല, അതിൻ്റെ പേരിൽ ആരുടെയും കാല് പിടിക്കാനായിട്ടൊന്നും പോകണ്ട എന്നിങ്ങനെ പറയുമ്പോഴേക്കും അനി പറയുന്നുണ്ട്, അവളുടെ ലക്ഷ്യം ഇങ്ങോട്ട് കയറി വന്നപ്പോൾ എൻ്റെ കൂടെ ജീവിക്കുക എന്നത് അല്ലായിരുന്നു, ഈ കുടുംബത്തിലെ സ്വത്ത് തന്നെയാണ് അവളുടെ ലക്ഷ്യം. അവളുടെ അച്ഛൻ ഇഷ്ടം പോലെ കടങ്ങളുണ്ട്, ആ കടങ്ങളെല്ലാം ഈ ഇവിടുന്ന് നമ്മുടെ പൈസ കൊണ്ട് വീട്ടിൽ സുഖമായിട്ട് ജീവിക്കുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് പേർക്ക് സഹായങ്ങൾ ചെയ്യാറുണ്ട്, പക്ഷേ ആ സഹായങ്ങളെല്ലാം എത്തേണ്ട കൈകളിലേക്ക് എത്തണമെന്നാണ് എനിക്ക് നിർബന്ധമുണ്ട്, അല്ലാത്തവർക്ക് ഒരു രൂപ പോലും കൊടുക്കാനായിട്ട് ഞാൻ തയ്യാറല്ല, അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് നോക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് കേട്ടോ. എന്നിട്ട് അനിയോടായിട്ട് പറയുന്നുണ്ട്, നീ വിഷമിക്കൊന്നും വേണ്ട, ഈ ഒരു കാര്യത്തിൽ നീ ഒട്ടും വിഷമിക്കേണ്ട, ഞങ്ങളുടെ കാര്യം ഓർത്തിട്ട് ഞങ്ങൾക്ക് നീ ഇങ്ങനെ ഒന്നും വിഷമിച്ചൊന്നും ഇരിക്കേണ്ട, ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞിട്ടാണ്. അപ്പോൾ അനി അവിടെ നിന്ന് അങ്ങനെ പറഞ്ഞു വിടുവാണ്. അത് കഴിഞ്ഞിട്ട് മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ ആകെ വിഷമമായി എന്ന്. എന്നാലും മുത്തശ്ശൻ പറയും, അവൻ്റെ സമയം മോശമാണ്, ഇത് ഈശ്വര നിശ്ചയമാണ്, ഇതിങ്ങനെ അങ്ങ് കഴിഞ്ഞു പോകട്ടെ എന്നിങ്ങനെ പറയുക. പിന്നീട് അനി നന്ദുവിന് ഇങ്ങനെ മെസ്സേജ് അയക്കുവാണ്. ആ മെസ്സേജ് ഇങ്ങനെയാണ്, നന്ദു, ഇപ്പോഴാണ് നമുക്ക് അനാമയുടെ വീട്ടിൽ കയറി തല്ലേണ്ട ഒരവസ്ഥ ശരിക്കും ഉണ്ടായത്, ഇങ്ങനെ ആണെങ്കിൽ തല്ലാൻ പോകുമ്പോൾ നീ എന്നെ കൊണ്ടുപോകണം, അവളുടെ അച്ഛനെ അമ്മയെ മാത്രമല്ല അവളെ അടിച്ചൊരു പരുവാക്കണം, അതിനെന്തെങ്കിലും വകുപ്പുണ്ടെങ്കിൽ പറ എന്നിങ്ങനെ ഒരു മെസ്സേജ് ഇങ്ങനെ അയച്ചു ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ. നേരെ നന്ദു ഇങ്ങനെ മനസ്സിലോർക്കുകയാണ്, ചേരേണ്ടവർ തമ്മിലേ ചേരാവുള്ളൂ, അതിനപ്പുറം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം സംഭവിക്കും, ഇനിയിപ്പോൾ ഈ കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്നിങ്ങനെ ഓർത്തിങ്ങനെ വിഷമിച്ചിരിക്കുവാണ് കേട്ടോ നന്ദു. അതുപോലെ അനാമികയും വേണുവിനെ രേവതിയൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അവർ ഭയങ്കര സന്തോഷത്തില്ല, ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തില്ലേ, അനന്തപുരിക്കാരിങ്ങനെ ആകെപ്പാടെ ഇങ്ങനെ നാറ്റി ഇങ്ങനെ വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഭയങ്കര സന്തോഷം. നേരെ അനാമിക പറയുന്നുണ്ട്, ഇതുകൊണ്ടൊന്നും നിർത്താനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, അവരെ ഞാൻ നാണം കെടുത്തു എന്നിങ്ങനെ പറയുമ്പോഴേക്കും വേണു പറയുന്നുണ്ട്, എന്തൊക്കെ നാണം കെടുത്തിയാലും നമുക്കൊരു ലക്ഷ്യമുണ്ട്, അതിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ നമുക്ക് സാധിക്കണം, ഇത് നീ കേസായി കഴിഞ്ഞാൽ അനന്തപൂർത്തിക്ക് പ്രശ്നമൊന്നുമില്ല, അവർക്ക് കമ്പനി വക്കീലും കുടുംബ വക്കീലും ഒക്കെ ഉണ്ട്, നമുക്കാണ് പൈസ കൊടുത്ത് വക്കീലിനെ വെക്കേണ്ടി വരുന്നത്, ഇപ്പോൾ തന്നെ ഇഷ്ടംപോലെ കേസുകൾ എനിക്കോ എൻ്റെ നേരെ ഉണ്ട്, പണം കൊടുക്കാത്തതിൻ്റെ പേരിൽ അവരെല്ലാം കൂടി ഇവരെല്ലാം ഇങ്ങനെ കണ്ടുപിടിച്ച് കുത്തിപ്പൊക്കിയിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാകും, അതിനു മുമ്പ് ഈ പ്രശ്നങ്ങളെല്ലാം ഈ രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അനന്തമൂർത്തി നമ്മളെ വിളിക്കണം, എന്നിട്ട് ഒരു കോംപ്രമൈസിന് ഇങ്ങനെ ചർച്ച നടത്തി ഒരു ഹ്യൂജ് എമൗണ്ട് നമുക്ക് മേടിച്ചെടുക്കാനായിട്ട് സാധിക്കണം, എങ്കിലേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് കേട്ടോ. അന്നേരം അനാമിക പറയുന്നുണ്ട്, അത് മാത്രമല്ല എൻ്റെ ലക്ഷ്യം നന്ദുവിനെ അനന്തപുരിയിൽ ഞാൻ കയറ്റാനായിട്ട് സമ്മതിക്കത്തില്ല, ഇപ്പോഴും എൻ്റെ അമ്മായിയമ്മ എനിക്ക് സപ്പോർട്ടാണ്, അതുകൊണ്ട് ഉള്ളത് കൂടെ എന്തെങ്കിലും ചെയ്തിങ്ങനെ വെക്കണം എന്നിങ്ങനെ പറയുമ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, നീ നിൻ്റെ അമ്മായിയമ്മയുടെ സപ്പോർട്ട് കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല, കാരണം എല്ലാവരും എതിർത്ത് നിൽക്കുമ്പോഴും ജാനകിക്ക് ഒരുപാട് കാലം ഇങ്ങനെ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റില്ല, അവൾ മാറും, അതുകൊണ്ട് അവരെ മുന്നിൽ ഇങ്ങനെ കണ്ടുകൊണ്ട് നീ മുന്നോട്ട് പോകരുത്, അല്ലാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യണം എന്നിങ്ങനെ പറയണം കേട്ടോ. അന്നേരം വേണു പറയുന്നുണ്ട്, ഏതായാലും അവിടുന്ന് പൈസ കിട്ടിക്കഴിഞ്ഞാൽ നീ മറ്റൊരുവൻ്റെ കൂടെ ഇങ്ങനെ ജീവിക്കാൻ തീരുമാനിച്ചല്ലോ, അവൻ്റെ കൂടെ നല്ല രീതിയിൽ ജീവിക്കാൻ നോക്കുക, 2ാം വിവാഹമാണ്, അതെങ്കിലും ഫ്ലോപ്പായി പോകരുത്, പിന്നെ അവൻ്റെ സ്വഭാവം
സ്വഭാവം എന്താണ്, ജാതി ഏതാണ്, മതം ഏതാണ് എന്നൊന്നും ഞങ്ങൾ നോക്കിയിട്ടില്ല. ഇനിയിപ്പോൾ അനന്തപുരിയിൽ നിന്ന് കിട്ടുന്ന പണത്തിലാണ് അവൻ്റെ കണ്ണെങ്കിൽ നിൻ്റെ ജീവിതം പിന്നെയും അവതാളത്തിലാകും. അതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് കാര്യങ്ങളെല്ലാം നീക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവരിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ നാളെ എന്താണെന്ന് കണ്ടറിയാം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ.